ഇന്നത്തെ റെസിപ്പി ഒരു ഇത്തിരി വ്യത്യസ്തതയുള്ള റെസിപ്പിയാണ്. നമ്മൾ കടച്ചക്ക ഉപയോഗിച്ച് ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കടച്ചക്ക ഫ്രൈ എന്ന് പറയുമ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ളത് കുറച്ചു പേർക്കൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കാം, കുറച്ചു പേർക്കൊക്കെ അറിയാത്തതായിരിക്കാം. എന്തായാലും നിങ്ങളെല്ലാവരും ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. പക്ഷെ ചോറിൻ്റെ കൂടെ ചോറും ഈ ചൂടോടെയുള്ള കടച്ചക്ക ഫ്രൈ ആയിരിക്കും ഏറ്റവും നല്ല കോമ്പിനേഷൻ. അപ്പോൾ കടച്ചക്കയുടെ മറ്റുള്ള റെസിപ്പികൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് പലരും കടച്ചക്ക ബജിയുടെയും കടച്ചക്ക മെഴുക്കുരുട്ടിയുടെയും ഒക്കെ റെസിപ്പികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ആ റെസിപ്പികൾ വീണ്ടും ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ നമ്മുടെ കടച്ചക്ക മെഴുക്കുരുട്ടിയും കടച്ചക്ക കറിയുടെ ഒക്കെ ലിങ്ക്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അതിൽ 2 ഓപ്ഷൻ ഉണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിൽ ഞാൻ പറയാം ഓരോ സ്റ്റേജിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്താം എന്നുള്ളത്. ആ സമയത്ത് നിങ്ങൾക്ക് അതനുസരിച്ച് വ്യത്യാസം വരുത്താം. 2 രീതിയിലും ചെയ്ത് നോക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചും നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ള രീതി അനുസരിച്ചും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കടച്ചക്ക ഫ്രൈ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കടച്ചക്ക ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ കടച്ചക്ക ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്, 1 പീസ് ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, കുറച്ച് തേങ്ങക്കൊത്ത് വേണം, അത് നമുക്ക് ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ 2 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ കടച്ചയ്ക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ കടച്ചയ്ക്ക കുക്ക് ചെയ്യാൻ വയ്ക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും എല്ലാം കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ കടച്ചക്ക കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അധികം വെള്ളം ചേർത്തിട്ടല്ല കേട്ടോ കടച്ചക്ക കുക്ക് ചെയ്യുന്നത്, കുറച്ച് വെള്ളത്തിലാണ്. അതുപോലെ തന്നെ കടച്ചക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർന്ന് കടച്ചക്ക ഒന്ന് കുക്കായി വെള്ളം വറ്റി വരണം. ഒരുപാടങ്ങ് ഓവർ കുക്കായി ഉടഞ്ഞു പോകേണ്ട, അതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിൽ നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കടച്ചക്ക ഇത് കണ്ടോ, നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്, ഉടഞ്ഞു പോയിട്ടില്ല. ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കടച്ചക്ക ഫ്രൈ ചെയ്യാനും അതുപോലെ നമ്മുടെ മസാല ഉണ്ടാക്കാനും ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർക്കുന്നത്. കടച്ചക്ക ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഞാനിപ്പോൾ ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് കടച്ചക്ക ഒന്ന് കുക്കായി ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി, ഒരുപാടങ്ങ് ഫ്രൈ ആവണ്ട. അപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്ക ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് ബാച്ചായിട്ടാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഒരുമിച്ച് തന്നെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ അടുത്ത സൈഡിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കടച്ചക്ക ഒരു സൈഡ് ഫ്രൈ ആയി തുടങ്ങുന്നുണ്ട്. നമുക്കൊന്ന് തിരിച്ചിടാം. ആദ്യം ഇട്ട പീസുകളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കടച്ചക്ക ഒന്ന് ലൈറ്റായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി, അധികം അങ്ങോട്ട് ഫ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാലകളെല്ലാം ചേർത്ത് ഇളക്കുമ്പോൾ കുഴഞ്ഞു പോവാതിരിക്കാനാണ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടുത്ത ബാച്ചും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്യാം കേട്ടോ. 2 ബാച്ചും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മളിനി മസാല റെഡിയാക്കുക. അപ്പോൾ ഇതാ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും കടച്ചക്ക റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതും എണ്ണയിൽ നിന്ന് മാറ്റാണ്. എന്നിട്ടാണ് നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെ, അപ്പോൾ നിങ്ങൾക്ക് എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എണ്ണ ചേർക്കുന്നില്ല. സവോളയൊക്കെ ചേർത്ത് വഴറ്റുമ്പോൾ കുറച്ച് എണ്ണ ആവശ്യം വരും, അപ്പോഴേ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകം ഒന്ന് പൊട്ടി വരട്ടെ. ഈ
പെരുംജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തേങ്ങക്കൊത്തുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. തേങ്ങക്കൊത്ത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് കുക്കാവണം, അധികം ഓവറായിട്ട് അങ്ങോട്ട് ഫ്രൈ ആയി പോകണ്ട. ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവരുത്, ഒന്ന് ഫ്രൈ ആയി തുടങ്ങണം, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. നന്നായിട്ട് മൊരിഞ്ഞ് വേണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൊരിച്ച് തന്നെ എടുക്കാം കേട്ടോ തേങ്ങക്കൊത്ത്. ഞാൻ എൻ്റെ രീതി പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കടച്ചക്കയുടെ പീസിനോട് ഏകദേശം വലിപ്പം വരുന്ന രീതിയിലാണ് തേങ്ങക്കൊത്ത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്തൊക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുന്നുണ്ട്, ഇത്രയും മതി കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, സവോള ഇത്രയും ചേർക്കാണ്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർക്കാം. ഇനി സവോളയൊക്കെ ഒന്ന് കുക്കായി ഒന്ന് ലൈറ്റായിട്ട് ബ്രൗൺ ഷെയ്ഡായി വരട്ടെ കേട്ടോ, അധികം അങ്ങോട്ട് ബ്രൗൺ ആവണ്ട. അപ്പോൾ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കണം. നമ്മൾ കടച്ചക്കയിൽ ഉപ്പ് ചേർത്തിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ സവോളയൊക്കെ ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കുറവാണ്, ഞാനിപ്പോൾ ഇനി കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുകയാണ്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം കേട്ടോ. നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തതാണ്, എങ്കിലും മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അത് നിങ്ങൾ എടുക്കുന്ന കടച്ചക്കയുടെ അളവനുസരിച്ച് മല്ലിപ്പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുള്ളൂ. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, ഈ പൊടികളുടെ റോ സ്മെല്ലും റോ ടേസ്റ്റും മാറി വരണം, അതുവരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കടച്ചക്കയും കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കിയെടുക്കുക. ഇങ്ങനെ ഇളക്കുമ്പോൾ പൊടിഞ്ഞ് കുഴഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ ഫ്രൈ ചെയ്ത് ചേർക്കുന്നത്. ഇനി കടച്ചക്കയും ഈ മസാലയും എല്ലാം ചേർന്ന് ഒന്ന് കുക്കാവട്ടെ. അധികം കുക്കാവാനൊന്നുമില്ല, കടച്ചക്ക കുക്കായതാണ്, മസാലയും കുക്കായതാണ്. എല്ലാം ചേർന്നൊന്ന് മിക്സായി വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൽ കടച്ചക്ക ഫ്രൈ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ കടച്ചക്ക കുക്ക് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്തതിന് പകരം ഇതുപോലെ തന്നെ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് കുറച്ചുകൂടി വ്യത്യസ്തമായൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതാവുമ്പോൾ ആ ഫ്രൈ ചെയ്ത് വരുമ്പോൾ കടച്ചക്കയ്ക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഈ മുരിഞ്ഞ സോളയും കടച്ചക്കയും തേങ്ങക്കൊത്തും എല്ലാം ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കടച്ചക്കയ്ക്ക്. അപ്പോൾ ഇത് എത്രത്തോളം ഡ്രൈ ആവണം, ഇനിയും കുറച്ച് സമയം ഇതുപോലെ തന്നെ ഇട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പെരുംജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മിക്സ് ചെയ്ത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ കടച്ചക്ക ഫ്രൈയുടെ പരിപാടി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.